അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട ഉസ്താദുമാർ, വിധികർത്താക്കൾ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, കലാമിയത്തിൻ്റെ പ്രൗഢമായ ഈ വേദിയിൽ വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിലെ കുടിയേറ്റങ്ങളും കേരളത്തിൻ്റെ ഭാവിയും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കേവലം ഇതൊരു സാമൂഹിക വിഷയം മാത്രമല്ല, മറിച്ച് കേരളത്തിൻ്റെ സാമ്പത്തിക രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്ന ഒരു മഹത്തായ യാഥാർത്ഥ്യം കൂടെയാണ്. മുൻപ് കാലങ്ങളിൽ രാജ്യത്തിന് തന്നെ മാതൃകയായിരുന്ന കേരളം ഇന്ന് തങ്ങളുടെ മക്കളെ വിദേശങ്ങളായ രാജ്യങ്ങളിലേക്ക്, വ്യത്യസ്തങ്ങളായ കോണുകളിലേക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും തൊഴിലിന് വേണ്ടിയിട്ടും നാട് കടത്തുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുകയാണ്. 2023 പുറത്തു വന്ന കണക്കുകൾ പ്രകാരം 2018 വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രം നാട് കടന്നവരുടെ എണ്ണം 1,29,000 ആണെങ്കിൽ 2023 പൂർണ്ണമാകുമ്പോഴേക്ക് അതിൻ്റെ കണക്ക് 2,50,000 എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, ഇത് നമുക്ക് അഭിമാനമായിട്ടുള്ളൊരു വസ്തുതയാണോ, അതല്ലെങ്കിൽ കേരളത്തിൻ്റെ ഭാവിക്ക് നേരിടേണ്ടി വരുന്ന ഒരു വെല്ലുവിളിയാണോ എന്നുള്ളത്. പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ കുടിയേറ്റങ്ങൾക്ക് കാരണമായിട്ട് വരുന്ന കാരണങ്ങളിലേക്ക് നാം നോക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണുള്ളത്. അതിലൊന്ന് എന്നുള്ളത് കേരളത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കുറവാണ്. നമുക്കറിയാം, ലോകോത്തര നിലവാരത്തിലുള്ള ഗവേഷണ കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ പുതിയ തരത്തിലുള്ള ചിന്താഗതികൾ, കൂട്ടത്തിൽ തന്നെ ഇൻഡസ്ട്രി അക്കാദമിക് ബന്ധങ്ങൾ, ഇവയിൽ പലതും ഇന്ന് കേരളത്തിന് അപര്യാപ്തമാണ്. രണ്ടാമത്തെ ഒരു കാരണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തൊഴിൽ അധിഷ്ഠിതമായിട്ടുള്ള കോഴ്സുകളിൽ വിശ്വാസ്യത ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് വിദ്യാർത്ഥികളെ നമുക്ക് കാണാൻ സാധിക്കും. പഠിക്കുന്ന കോഴ്സ് പൂർണ്ണമാകുന്നതിലൂടെ വാഗ്ദാനങ്ങളായിട്ട് നൽകിയിട്ടുള്ള ജോലികൾ അവർക്ക് പൂർണ്ണ വിശ്വാസ്യതയോടെ ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് അവർക്ക് വലിയ സംശയമാണ്. ഇക്കാരണത്താൽ തന്നെ പലരും പിൽക്കാലത്ത് ഇത്തരം കുടിയേറ്റങ്ങളെ ആശ്രയിച്ച് വിവിധങ്ങളായ രാജ്യങ്ങളിലേക്ക്, നാടുകളിലേക്ക് കുടിയേറപ്പെടുകയാണ് ചെയ്യുന്നത്. മറ്റൊരു കാരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് സാമൂഹിക മനോഭാവമാണ്. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടിലുള്ള ഒട്ടനവധി രക്ഷിതാക്കൾ മറ്റുള്ളവരോട് സ്വന്തം മക്കൾ വിദേശങ്ങളിലാണ്, വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്നവരാണെന്ന് പറയുമ്പോൾ അവർ സ്വയം അഭിമാനം കൊള്ളുകയാണ്. ഇവിടെയാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നാം ഇത് അഭിമാനിക്കേണ്ട കാരണമാണോ, അതല്ലെങ്കിൽ കേരളത്തിൻ്റെ ഭാവിയെ തന്നെ ഒരു വെല്ലുവിളി ഉണർത്തുന്ന ഒരു വസ്തുതയാണോ എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഇനി വിദ്യാഭ്യാസത്തിൽ നിന്നും മാറി തൊഴിലധിഷ്ഠിത കുടിയേറ്റങ്ങളിലേക്ക് നാം കണ്ണോടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, മലയാളികളുടെ ഗൾഫ് യാത്രകൾ, ഇത്തരം ഗൾഫ് യാത്രകളിലൂടെ നാം നേടിയിട്ടുള്ള സാമ്പത്തിക ചരിത്രങ്ങൾ അതൊരു വലിയ അധ്യായമാണ്. ഇന്നും വിദേശങ്ങളിൽ നിന്നുള്ള റെമിറ്റൻസ് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു നട്ടലാണ് എന്നുകൂടെ പറയാം. എങ്കിൽ പോലും നാം ഓരോരുത്തരും നമ്മോട് ചോദിക്കേണ്ട ഒരു ശക്തമായ ചോദ്യമുണ്ട്, എത്ര കാലം ഈ ആശ്രിതത്വം നിലനിൽക്കുമെന്നുള്ളത്. നമുക്കറിയാം, ഈ അടുത്ത കാലങ്ങളായിട്ടെല്ലാം മാധ്യമങ്ങളിലൂടെ നാം അറിഞ്ഞവരാണ്, ഗൾഫ് രാജ്യങ്ങളിൽ സ്വദേശവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഒട്ടനവധി നയങ്ങൾ നടപ്പിലാക്കി വരുന്നത്. അതുപോലെ തന്നെ UK, അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ കുടിയേറ്റ നയങ്ങളും വളരെ വലിയ രീതിയിൽ തന്നെ കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ എത്രത്തോളം വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ച് നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇത്തരം കുടിയേറ്റങ്ങളെല്ലാം നിലനിൽക്കുന്ന അവസരത്തിൽ പലപ്പോഴായിട്ട് നാം കേൾക്കുന്ന ഒരു വാക്കാണ് ബ്രെയിൻ ഡ്രെയിൻ എന്നുള്ളത്. നമ്മുടെ നാട്ടിൽ നിന്നും വളർന്നു വന്നിട്ടുള്ള പ്രൊഫഷണൽസ്, ഡോക്ടേഴ്സ്, അതേപോലെ തന്നെ എൻജിനീയേഴ്സ് പോലുള്ള പ്രൊഫഷണൽസ് പലപ്പോഴായിട്ട് അവരുടെ സേവനങ്ങൾ അവർ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്, അവരുടെ ശിഷ്ടജീവിതം അവർ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിലായിട്ടാണ്. ഇത്തരത്തിലൊക്കെ തന്നെ ആയാലും നമ്മുടെ സ്രോതസ്സുകളാണ് നമുക്ക് കേരളത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ ഇത്തരം കുടിയേറ്റങ്ങൾ ഒരു കാരണവശാലും നമ്മുടെ ഏക ആശ്രയമായിട്ട് മാറരുത്. കേരളത്തിൽ തന്നെ വിദ്യാഭ്യാസത്തെയും തൊഴിലിനെയും ഉൾക്കൊള്ളിച്ച് നല്ലൊരു ഭാവി ഉൾക്കൊള്ളിക്കാൻ നമുക്കതിന് സാധിക്കണം. ഇതിനെന്ത് ചെയ്യണമെന്നുള്ളതിനുള്ള പ്രധാന ഉത്തരമാണ്
പരിമിതമായിട്ടുള്ള വിദ്യാഭ്യാസങ്ങളെ നമ്മൾ പരിഷ്കരിക്കണമെന്നുള്ളത്, അതാണ് പ്രധാനമായിട്ടുള്ള ഒരു ഉത്തരമായിട്ട് നൽകാനുള്ളത്. കൂടുതൽ ദീർഘിപ്പിക്കാതെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.